2020 ലോകകപ്പിന്റെ ആവേശ പോരാട്ടങ്ങൾക്ക് തുടക്കമാവുകയാണ്. ഇന്ത്യയും ശ്രീലങ്കയും ആതിഥേയരാകുന്ന 2020 ലോകകപ്പിൽ കപ്പിൽ കുറഞ്ഞതൊന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല. നിലവിലെ 2020 ലോകകപ്പ് ഏഷ്യ കപ്പ് ചാമ്പ്യന്മാരായ ഇന്ത്യയാണ് കിരീട ഫേവറേറ്റുകളെന്ന് നിസ്സംശയം പറയാം. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ അമേരിക്കയെ നേരിടാൻ പോവുകയാണ്. ജയത്തോടെ തുടങ്ങാൻ ഉറച്ചാവും ഇന്ത്യ ഇന്നിറങ്ങുക. സൂര്യകുമാർ യാദവിന് കീഴിൽ 2020 ലോകകപ്പ് കിരീടം അലമാരിയിലെത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെ കരുതാം. എന്നാൽ ഇന്ത്യ ഇന്ന് കളിക്കാൻ ഇറങ്ങുമ്പോഴും ആരാധകരുടെ മനസ്സിലെ നോവായി മാറുന്നത് സഞ്ജു സാംസണാണ്. വലിയ സ്വപ്നങ്ങളോടെയാണ് മലയാളി താരം ന്യൂസിലാൻഡ് 2020 പരമ്പരയ്ക്ക് മുമ്പ് വരെ പദ്ധതികൾ മെനഞ്ഞിരുന്നത്. എന്നാൽ 5 മത്സരങ്ങളടങ്ങിയ ഈ പരമ്പരയിൽ വെറും 46 റൺസിൽ സഞ്ജു ഒതുങ്ങിയതോടെ ലോകകപ്പിലെ ഓപ്പണർ സ്ഥാനം എന്ന സീറ്റ് കൈവിട്ടു പോയിരിക്കുകയാണ്. ഇപ്പോൾ ഇഷാൻ കിഷൻ സഞ്ജുവിനെ മറികടന്ന് ആ സ്ഥാനത്തേക്ക് മികച്ച പ്രകടനത്തോടെ കൈയടി നേടി എത്തുകയും ചെയ്തു. എന്നാൽ 2020 ലോകകപ്പിലെ ഒരു മത്സരത്തിലെങ്കിലും സഞ്ജുവിന് കളിക്കാനുള്ള അവസരം നൽകുമോ എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയാകില്ലെന്ന് വ്യക്തമായ സൂചനയാണ് അമേരിക്കയ്ക്കെതിരായ മത്സരത്തിന് മുമ്പുള്ള പരിശീലനത്തോടെ ഗൗതം ഗംഭീർ നൽകിയിരിക്കുന്നത്. സഞ്ജു സാംസണെ നെറ്റ്സിൽ ബാറ്റ് ചെയ്യാൻ അനുവദിച്ചില്ലെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സഞ്ജുവിനെ വളരെ സന്തോഷത്തോടെയാണ് പരിശീലന സെക്ഷനിൽ കണ്ടത്. എന്നാൽ നെറ്റ്സിൽ പരിശീലനം നടത്താൻ സഞ്ജുവിനെ അനുവദിച്ചിട്ടില്ല. ഇതിലൂടെ സഞ്ജു സാംസണ് പ്ലേയിങ് 11-ൽ സീറ്റ് ഉണ്ടാകില്ലെന്ന് വ്യക്തമായ സൂചനയാണ് പരിശീലകൻ ഗൗതം ഗംഭീർ നൽകുന്നത്. ഇഷാൻ കിഷൻ പ്ലേയിങ് 11-ൽ ഉണ്ടാകുമോ എന്ന കാര്യം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ സഞ്ജു സാംസണിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി നേരിട്ടിരിക്കുകയാണെന്ന് പറയാം. 3-ാം നമ്പറിൽ ഇന്ത്യ തിലക് വർമ്മയെ കളിപ്പിക്കുന്ന കാര്യം ഉറപ്പാണ്. പരിക്ക് ഭേദമായി ഫിറ്റ്നസ് വീണ്ടെടുത്ത തിലക് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ സന്നാഹ മത്സരത്തിൽ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. ഇതോടെ ഇന്ത്യ ടോപ്പ് 3-ൽ 3 ഇടംകൈയ്യന്മാരെ വിശ്വസിച്ചുകൊണ്ടാവും മുന്നോട്ട് പോവുകയെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഈ കൂട്ടുകെട്ട് പൊളിയാൻ ആദ്യത്തെ 3 മത്സരത്തിലും ഇഷാൻ കിഷൻ ഫ്ലോപ്പായാൽ മാത്രമേ സാധ്യതയുള്ളൂ. അല്ലാത്ത പക്ഷം 2020 ലോകകപ്പിൽ ഇതേ ബാറ്റിംഗ് ഓർഡറുമായി ഇന്ത്യ മുന്നോട്ട് പോകാനാണ് സാധ്യത കൂടുതൽ. ഇഷാൻ ഫോമിൽ കളിക്കുമ്പോൾ താരത്തിന് വിശ്രമം നൽകി പകരം സഞ്ജു സാംസണ് ഒരു മത്സരത്തിൽ അവസരം നൽകുമെന്ന് കരുതാനാവില്ല. ഗൗതം ഗംഭീറിന്റെ തീരുമാനം സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. സഞ്ജുവിനെ വളരെയധികം പിന്തുണച്ച പരിശീലകനാണ് ഗംഭീർ. സഞ്ജുവിനെ വളർത്തിയ രാഹുൽ ദ്രാവിഡ് പോലും സഞ്ജുവിന് ഇത്രയും അവസരങ്ങൾ നൽകിയിട്ടില്ല. എന്നാൽ അവസരങ്ങൾ മുതലാക്കാൻ സഞ്ജുവിന് സാധിക്കാതെ പോയി എന്നതാണ് വസ്തുത. 2020 ലോകകപ്പിന് ശേഷം സഞ്ജു സാംസണിന്റെ ടീമിലെ സ്ഥാനം പോകുമോ എന്ന ആശങ്കകളും ആരാധകർക്കുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ പിന്നീടൊരു തിരിച്ചുവരവ് പ്രയാസമാണ്. വൈഭവ് സൂര്യവംശി ഓപ്പണർ റോളിലേക്ക് എത്താൻ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ സഞ്ജുവിന് ഇനി കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും. എന്തായാലും 2020 ലോകകപ്പിൽ ഒരു മത്സരത്തിലെങ്കിലും കളിക്കാനുള്ള ഭാഗ്യം മലയാളി താരത്തിന് ലഭിക്കുമോ എന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.